നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസ് സ്പീഡ് ന്യൂസ് 20യിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. മുൻ മേയർ ബേബി പെരേപ്പാടിനെതിരെ ആരോപണം. സൗത്ത് ഡബ്ലിൻ മേയർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചതിന് പിന്നാലെ ബേബി പെരേപ്പാടിനെതിരെ ആരോപണം. അദ്ദേഹം കൂടി ഉൾപ്പെട്ട റിക്രൂട്ട്മെന്റ് കമ്പനി ഇന്ത്യൻ നഴ്സുമാരിൽ നിന്നും പണം തട്ടിയെന്നാണ് ഐറിഷ് മാധ്യമം ഉയർത്തുന്ന ആരോപണം. മലയാളികൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി. ഡബ്ലിനിൽ കാൽനടയാത്രികരായ മലയാളികൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി അപകടം. സംഭവത്തിൽ ആളപായമോ പരിക്കോ ഇല്ല. കഴിഞ്ഞ ദിവസം സ്വാഡ്സിനടുത്തായിരുന്നു സംഭവം. കഞ്ചാവ് കടത്തുന്ന സംഘം പിടിയിൽ. കാലിത്തീറ്റയിൽ ഒളിപ്പിച്ച് സ്പെയിനിൽ നിന്നും അയർലൻഡിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘത്തെ തകർത്തെറിഞ്ഞു പോലീസ്. സ്പെയിനിലെ വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയാണ് സംഘത്തെ പിടികൂടിയത്. വ്യാജമരുന്നുകൾക്കെതിരെ മുന്നറിയിപ്പ്. ശരീരഭാരം കുറയ്ക്കുന്ന വ്യാജമരുന്നുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ വിഭാഗം മെഡിസിൻസ് റെഗുലേറ്ററി ഗ്രൂപ്പ്. വ്യാജമരുന്ന് ഉപയോഗിച്ച് ആശുപത്രിയിൽ അടുത്തിടെ ധാരാളം പേർ ചികിത്സ തേടിയതിനു പിന്നാലെയാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. ഹോട്ട് മീൽസ് പ്രോഗ്രാമിൽ കാലതാമസം. അയർലൻഡിലെ സ്കൂളുകളിൽ ഹോട്ട് മീൽസ് പദ്ധതി നടപ്പാക്കുന്നത് വൈകും. സംവരണ നിയമങ്ങളിലെ മാറ്റത്തെ തുടർന്നാണ് പദ്ധതി നടപ്പാക്കുന്നതിൽ കാലതാമസം നേരിടുന്നത്. 150ഓളം സ്കൂളുകളെ ഇത് ബാധിക്കും. പൊതുഗതാഗത യാത്രികരുടെ എണ്ണത്തിൽ റെക്കോർഡ്. അയർലൻഡിൽ കഴിഞ്ഞ വർഷം പൊതുഗതാഗതം ഉപയോഗിച്ച യാത്രികരുടെ എണ്ണം റെക്കോർഡിലെത്തി. യാത്രികരുടെ എണ്ണത്തിൽ 11% വർധനവായിരുന്നു ഉണ്ടായത്. വേതന സംഹാരികളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. അയർലൻഡിൽ വേദന സംഹാരികളുടെ ഉപയോഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. വേദനകൾക്കായി കഴിക്കുന്ന ഒപ്പിയോയിഡ് മരുന്നുകളുടെ ഉപയോഗത്തിൽ 25% വർധനവും പാരസെറ്റമോളിന്റെ ഉപയോഗത്തിൽ 50% വർധനവും ഉണ്ടായി. അപലപിച്ച് INMO. അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ അപലപിച്ച് ഐറിഷ് നഴ്സസ് ആൻഡ് മിഡ്വൈസ് ഓർഗനൈസേഷൻ. വംശീയമായ ആക്രമണങ്ങൾ ഒരിക്കലും വെച്ചുപൊറുപ്പിക്കരുതെന്ന് അഭിപ്രായപ്പെട്ട സംഘടന വിഷയത്തിൽ പോലീസ് ശക്തമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. അയർലൻഡിന്റെ സഹായം ജോർദാനിൽ കുടുങ്ങി. ഗാസയ്ക്ക് വേണ്ടിയുള്ള അയർലൻഡിന്റെ സഹായം ജോർദാനിൽ കുടുങ്ങിക്കിടക്കുന്നു. കഴിഞ്ഞ 5 മാസമായി ചരക്ക് ജോർദാനിലെ വെയർഹൌസിലാണ് ഉള്ളത്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നീട്ടി. ഡബ്ലിനിൽ പോലീസുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയുടെ കസ്റ്റഡി കാലാവധി നീട്ടി കോടതി. 1 മാസത്തേക്കാണ് കേസിലെ പ്രതിയായ 23-കാരൻ അബ്ദുള്ള ഖാന്റെ കസ്റ്റഡി കാലാവധി നീട്ടിയത്. എണ്ണ വാഗ്ദാനം ചെയ്ത് റഷ്യ. ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ റഷ്യ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ട്. താരിഫും യൂറോപ്യൻ യൂണിയന്റെ ഉപരോധവും ക്രൂഡ് ഓയിൽ ഡിമാൻഡ് കുറയ്ക്കാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ നീക്കം. കഫേക്ക് നേരെ വീണ്ടും വെടിവയ്പ്. നടൻ കപിൽ ശർമ്മയുടെ കാനഡയിലെ കഫേയായ കാപ്സ് കഫേക്ക് നേരെ വീണ്ടും വെടിവെപ്പ്. കൊടും കുറ്റവാളികളായ ലോറൻസ് ബിഷ്ണോയുടെ സംഘമാണ് സംഭവത്തിന് പിന്നിൽ. കഫേക്ക് നേരെ കഴിഞ്ഞ മാസവും ആക്രമണം ഉണ്ടായി. പുസ്തകങ്ങൾക്ക് നിരോധനം. ജമ്മു കാശ്മീരിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന 25 പുസ്തകങ്ങൾ നിരോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അരുന്ധതി റോയുടെ ആസാദിക്ക് ഉൾപ്പെടെയാണ് നിരോധനം. വരുമാന നേട്ടവുമായി ആകാശവാണി. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് ആരംഭിച്ചതിനു പിന്നാലെ ആകാശവാണിയുടെ വരുമാനത്തിൽ വർധനവ്. 34.13 കോടിയുടെ വരുമാനം ലഭിച്ചതായി സർക്കാർ രാജ്യസഭയിൽ. GSDPയിൽ തിരിച്ചടി നേരിട്ട കേരളം. 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ GSDPയിൽ ഇടിവ്. 6.19% ഇടിവാണ് ഉണ്ടായത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. പീഡന കേസ് പ്രതിക്ക് സസ്പെൻഷൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിൽ യുവതിയെ പീഡിപ്പിച്ച അറ്റൻഡർക്കെതിരെ നടപടി. പ്രതി AI ശശീന്ദ്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. പാക് ക്രിക്കറ്റ് താരം അറസ്റ്റിൽ. ബലാത്സംഗ കേസിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം അറസ്റ്റിൽ. A ടീം അംഗമായ ഹൈദർ അലിയാണ് ബ്രിട്ടനിൽ വെച്ച് അറസ്റ്റിലായത്. ഫലം പ്രവചിച്ച് മഗ്രാത്ത്. ആഷസ് ടെസ്റ്റിന്റെ ഫലങ്ങൾ പ്രവചിച്ച് ഓസ്ട്രേലിയൻ താരം ഗ്ലെയിൻ മഗ്രാത്ത്. ഇംഗ്ലണ്ടിനെ ഓസ്ട്രേലിയ 5-0 തറപ്പറ്റിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. അയർലൻഡിൽ ഈ വാരാന്ത്യം മഴ. അയർലൻഡിൽ ഈ വാരാന്ത്യം മഴ ലഭിക്കുമെന്ന് മെറ്റ് എയറാൻ. ഇന്നും അടുത്ത 2 ദിവസങ്ങളിലും നേരിയ ചാറ്റൽ മഴ രാജ്യത്ത് അനുഭവപ്പെടും. കേരളത്തിൽ മഴയ്ക്ക് ആശ്വാസം. കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞു. നാളെ മുതൽ ചൊവ്വാഴ്ച വരെ ഒരു ജില്ലയിലും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പില്ല. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.